So, today we are going to study about instrumental variable regression. So, ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ പലപ്പോഴും നമ്മളൊരു പ്രോക്സി വേരിയബിൾ പോലെ പല സാഹചര്യങ്ങളിലും OLS അപ്ലൈ ചെയ്യാനൊക്കെ പറ്റാതെ വരുമ്പോൾ നമ്മൾ അവിടെ ഇൻസ്ട്രുമെൻ്റ് വേരിയബിൾ ആഡ് ചെയ്യുകയും എന്നിട്ട് നമ്മൾ നമ്മുടെ റിഗ്രഷൻ അനാലിസിസ് നടത്തുകയും ചെയ്യും. അപ്പോൾ ഓട്ടോ കോറിലേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഈ പറഞ്ഞ വേരിയബിൾസ് തമ്മിൽ വരുമ്പോഴാണ് ഈ ഒരു ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ എസ്റ്റിമേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ റിഗ്രഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. സോ ദിസ് ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ റിഗ്രഷൻ, ദിസ് ഇസ് എ ജനറൽ വേ ടു ഒബ്റ്റെയിൻ എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് ദി അൺനോൺ കോഎഫിഷ്യൻസ്. നമ്മളുടെ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ, നമ്മൾ ഏതെങ്കിലും ഒരു പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് അൺനോൺ കോഎഫിഷ്യൻസ് കാണും അല്ലേ. നമ്മൾ പറഞ്ഞ β1 β2 ഒക്കെ അൺനോൺ കോഎഫിഷ്യൻസ് ആണ്. അപ്പോൾ ഈ അൺനോൺ കോഎഫിഷ്യൻസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റർ ഈ അൺനോൺ കോഎഫിഷ്യൻസിന് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിഗ്രഷനാണ് ദിസ് ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പം യൂഷ്വലി നമ്മളുടെ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനകത്ത് നമുക്കറിയാം റിഗ്രസേഴ്സ്, നമ്മൾ എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും റിഗ്രസേഴ്സ്, അതായത് നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ്. ഈ റിഗ്രസേഴ്സും എറർ ടേമായ യു ഇവ തമ്മിൽ കോറിലേഷൻ ഉള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾസ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മളുടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾ, നമ്മുടെ റിഗ്രസറും നമ്മളുടെ എറർ ടേമും തമ്മിൽ കോറിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് അവിടെ യൂഷ്വൽ OLS അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല, നമ്മളുടെ OLS അസംഷൻ വയലേറ്റഡ് ആകും. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മളൊരു ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ അവിടെ ആഡ് ചെയ്യും, എന്നിട്ട് നമ്മൾ നടത്തുന്ന റിഗ്രഷനെയാണ് നമ്മൾ ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ ആഡ് ചെയ്യുക വഴി ഈ ഒരു എക്സും അല്ലെങ്കിൽ റിഗ്രസറും എറർ ടേമും തമ്മിൽ കോറിലേറ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻസിലെ അൺനോൺ കോഎഫിഷ്യൻസിനെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഈ ഒരു ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ അതിൻ്റെ വർക്ക് അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് നോക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു നമ്മളുടെ എക്സ് എന്ന് പറയുന്ന റിഗ്രസർ. ഓക്കെ, so just consider that there are two parts or two variations for this x. One is that this x is correlated with u. Okay, x ഉം u correlated ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് x ഉം u അൺകോറിലേറ്റഡ് ആണ്. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു റിഗ്രസറിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് മുൻകൂട്ടി തന്നെ ഇൻഫർമേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് എക്സും യുവും തമ്മിൽ അൺകോറിലേറ്റഡ് ആണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് യൂഷ്വൽ OLS അപ്ലൈ ചെയ്യാം. കാരണം എന്താണ്, ഇവിടെ ഓട്ടോ കോറിലേഷൻ പ്രോബ്ലം ഇല്ല. സോ ഇഫ് ദ എക്സ് ആൻഡ് യു വാല്യൂസ് അല്ലെങ്കിൽ ഇഫ് ദ ഇൻഫർമേഷൻ ദാറ്റ് ദർ ഇസ് നോ കോറിലേഷൻ ബിറ്റ്വീൻ ദി റിഗ്രസർ ആൻഡ് ദി എറർ ടേം ഈസ് അവൈലബിൾ, അങ്ങനെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുവാണെങ്കിൽ ദെൻ നമുക്ക് ഈ സെക്കൻഡ് പാർട്ട് മാത്രമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. എക്സ് അൺകോറിലേറ്റഡ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് OLS എസ്റ്റിമേഷൻ നടത്താനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ അബൌട്ട് ദി മൂവ്മെൻറ്റ് ഇൻ എക്സ് ദാറ്റ് ആർ അൺകോറിലേറ്റഡ് വിത്ത് യു ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി അഡീഷണൽ വേരിയബിൾ. സോ ഈ ഒരു എക്സ് വേരിയബിളും യുവും അൺകോറിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് OLS അസംഷൻ അല്ലെങ്കിൽ OLS എസ്റ്റിമേഷൻ നടത്താനായിട്ട് പറ്റും. സോ ദ ഇൻഫർമേഷൻ അബൌട്ട് ദി മൂവ്മെൻറ്റ് ഇൻ എക്സ് ദാറ്റ് ആർ അൺകോറിലേറ്റഡ് വിത്ത് യു ഈസ് പ്രൊവൈഡഡ് ഫ്രം വൺ ഓർ മോർ അഡീഷണൽ വേരിയബിൾസ്. അതാണ് നമ്മളുടെ ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ഈ പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് വേരിയബിൾസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇവിടെ എക്സും യുവും തമ്മിൽ അൺകോറിലേറ്റഡ് ആയിരിക്കും. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് വേരിയബിൾ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പം ഈ എക്സും യുവും തമ്മിൽ കോറിലേറ്റഡ് ആയിരിക്കില്ല. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് OLS അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. സോ ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾസ് റിഗ്രഷൻ യൂസ് ദീസ് അഡീഷണൽ വേരിയബിൾസ് ആസ് ഇൻസ്ട്രുമെൻറ്റ്സ് ടു ഐസൊലേറ്റ് ദ മൂവ്മെൻറ്റ് ഇൻ എക്സ് ദാറ്റ് ആർ അൺകോറിലേറ്റഡ് വിത്ത് യു. അപ്പോൾ കുറേ എക്സ് വേരിയബിൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എക്സ് വേരിയബിൾസിൻ്റെ മൂവ്മെൻറ്റ് അതിൽ എറർ ടേമായ യു ആയിട്ട് അൺകോറിലേറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് ഐസൊലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ബൈ ദി ഹെൽപ്പ് ഓഫ് ദിസ് ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾസ്, ആൻഡ് ദിസ് വിൽ പ്രൊവൈഡ് കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേഷൻ ഓഫ് ദി റിഗ്രഷൻ
കോയിഫിഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് വേരിയബിൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഓക്കെ, നമ്മൾ ഓൾറെഡി ഇൻസ്ട്രുമെൻറ്റ് വേരിയബിൾ പലപ്പോഴും ഈ ഒരു OLS അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഈ ഒരു ഓട്ടോ കോറിലേഷൻ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻറ്റൽ വേരിയബിൾ ഉപയോഗിച്ചാണ് നമ്മളുടെ റിഗ്രഷൻ നടത്തിയത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ദിസ് ഇൻസ്ട്രുമെൻറ്റൽ വേരിയബിൾ എസ്റ്റിമേഷൻ. ഓക്കെ, so how can we estimate this instrument variable with a single regressor and a single instrument? അപ്പോൾ ഒരു റിഗ്രസറും ഒരു ഇൻസ്ട്രുമെൻറ്റും, ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് വേരിയബിൾ. അപ്പോൾ നമ്മളുടെ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് അതിൽ ഒരു റിഗ്രസറും കാണും ഒരു ഇൻസ്ട്രുമെൻറ്റും കാണും. അപ്പോൾ നമ്മൾ അവിടെ IV എസ്റ്റിമേഷൻ എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. IV എസ്റ്റിമേഷൻ വിത്ത് single regressor and single instrument. Okay, so let us start with the case of a single regressor X. നമ്മുടെ റിഗ്രസർ എന്ന് പറയുന്നത് X ആണ്, which might be correlated with the error term U. എറർ ടേം ആണ് U. അപ്പോൾ ഇവിടെ ഒരു കോറിലേഷൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി if X and U are correlated, okay, if X and U are correlated, then the OLS estimator is inconsistent. നമുക്കിവിടെ OLS estimator പറ്റുമോ? ഇല്ല, ഇൻകൺസിസ്റ്റൻറ്റ് റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് മേ നോട്ട് ബി ക്ലോസ് ടു ദ ട്രൂ വാല്യൂ ഓഫ് ദ റിഗ്രഷൻ കോയിഫിഷ്യൻ വെൻ ദ സാമ്പിൾ ഇസ് ലാർജ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിഗ്രഷൻ കോയിഫിഷ്യൻറ്റിൻ്റെ എസ്റ്റിമേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാവണം എന്ന് ഇല്ല. അപ്പം ഈ കോറിലേഷൻ പല രീതിയിലും വരാം. നമ്മളിത് നേരത്തെ നമ്മുടെ മോഡൽ സ്പെസിഫിക്കേഷൻ എറേഴ്സ് ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ കോറിലേഷൻ എക്സും യുവും തമ്മിലുള്ള കോറിലേഷന് പല സോഴ്സസ് കാണും. ലൈക്ക് ഒമിറ്റഡ് വേരിയബിൾസ്, അല്ലെങ്കിൽ എറേഴ്സ് ഇൻ വേരിയബിൾസ്, മെഷർമെൻറ്റ് എറർ, സൈമിൾട്ടേനിയസ് കോസാലിറ്റി, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു കോറിലേഷൻ വരാം. വാട്ട് എവർ ദി സോഴ്സ് ഓഫ് കോറിലേഷൻ, ഇഫ് ദർ ഇസ് എ വാലിഡ് ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ, ലെറ്റ് ഇസഡ് എന്നുള്ളതാണ് നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റ് വേരിയബിൾ. ഇങ്ങനെയൊരു വാലിഡ് ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ നമ്മളിവിടെ ആഡ് ചെയ്താൽ ദെൻ ദി എഫക്റ്റ് ഓഫ് y ഓൺ എ യൂണിറ്റ് ചേഞ്ച് ഇൻ x ക്യാൻ ബി എസ്റ്റിമേറ്റഡ് യൂസിങ് ദി ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ എസ്റ്റിമേറ്റർ. അപ്പോൾ നമ്മുടെ ഇക്വേഷനിലെ y നമ്മളുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ എൻഡോജീനിയസ് വേരിയബിൾ അല്ലെങ്കിൽ റിഗ്രസൻ്റ്. അപ്പം ഒരു റിഗ്രസറേ ഉള്ളൂ എക്സിലൊരു യൂണിറ്റ് ചേഞ്ച് വരുമ്പോൾ വൈയിൽ വരുന്ന ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോറിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് OLS അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മളൊരു ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ ആഡ് ചെയ്താൽ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഇക്വേഷനിലെ വൈയിലുള്ള വ്യത്യാസം ഡ്യൂ ടു എ യൂണിറ്റ് ചേഞ്ച് ഇൻ എക്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് ദി ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ എസ്റ്റിമേറ്റർ. ഓക്കെ, സോ ഫോർ ദിസ് IV model or IV model estimation, there are some assumptions. Okay, IV model and its assumptions. So the population regression model relating to dependent variable yi and regressant xi can be written as yi equal to beta 0 plus beta 1 xi plus ui. നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ് നമ്മളുടെ റിഗ്രഷൻ മോഡൽ. ഇവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്, ഒരു റിഗ്രസർ ഉണ്ട്. ബീറ്റ 0യും ബീറ്റ 1ഉം ആണ് കോയിഫിഷ്യൻസ്. ബീറ്റ 0 ഇന്റർസെപ്റ്റ് ടേം, ബീറ്റ 1 സ്ലോപ്പ് കോയിഫിഷ്യൻറ്റ്, ui എന്ന് പറയുന്ന എറർ ടേം. ഐയുടെ വാല്യൂ 1 to n വരെ ആകാം. Now this ui എന്ന് പറയുന്ന എറർ ടേം, ആ എറർ ടേം എന്ന് പറയുന്നത് നമ്മളിവിടെ ഒമിറ്റ് ചെയ്ത എല്ലാ വേരിയബിൾസും അല്ലെങ്കിൽ ആ ഫാക്ടേഴ്സും എല്ലാം നമ്മൾ ഈ ഒരു യുഐയിലാണ് ആഡ് ചെയ്ത് നമ്മൾ ഓൾറെഡി ഇതെല്ലാം പഠിച്ചതാണ്. ഇഫ് xi and ui are correlated, then the OLS estimator will be inconsistent. There we will use the instrumental variable, and instrumental variable estimation uses an additional instrumental variable which is represented as z to isolate that part of x which is uncorrelated with ui. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളുടെ എക്സും യുഐയും തമ്മിൽ കോറിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് OLS അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അന്നേരം നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെന്റ് വേരിയബിൾ ആഡ് ചെയ്യും. ഈ ഇൻസ്ട്രുമെന്റ് വേരിയബിൾ ആഡ് ചെയ്യുക വഴി we can identify that part of the x variable which is uncorrelated with the ui. യുഐയുമായിട്ട് കോറിലേറ്റഡ് അല്ലാത്ത ഈ ഒരു എക്സ് വേരിയബിളിൻ്റെ ഭാഗം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ എക്സും യുഐയും അൺകോറിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ വരാനും അതുവഴി നമുക്ക് OLS അപ്ലൈ ചെയ്യാനും സാധിക്കും.
ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾസ് നമ്മൾ ഉപയോഗിക്കുമ്പം ദർ ആർ ടു കോൺസെപ്റ്റ്സ്. നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന രണ്ട് കോൺസെപ്റ്റ് ഉണ്ട്. എൻഡോജെനിറ്റി ആൻഡ് എക്സോജെനിറ്റി. എൻഡോജീനിയസ്, എക്സോജീനിയസ് നമ്മൾക്ക് പരിചയമുള്ള കോൺസെപ്റ്റുകളാണ്. അപ്പം in order to distinguish the variables that are correlated with the error term from the one that is uncorrelated with the error term, അത് കാണിക്കാൻ വേണ്ടി ആ ഒരു ഡിസ്റ്റിങ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ടേംസ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളുടെ എക്സോജൻ വേരിയബിളും എറർ ടേമും തമ്മിൽ കോറിലേറ്റഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എൻഡോജീനിയസ് വേരിയബിൾ മീൻസ് വേരിയബിൾസ് കോറിലേറ്റഡ് വിത്ത് ദി എറർ ടേം. അപ്പം എക്സ് ഐയും യു ഐയും കോറിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ പറയും എൻഡോജീനിയസ് വേരിയബിൾ. സോ വേരിയബിൾസ് കോറിലേറ്റഡ് വിത്ത് ദ എറർ ടേം ആർ കോൾഡ് എൻഡോജീനിയസ് വേരിയബിൾ. വേരിയബിൾസ് uncorrelated with the error term are called exogenous variable. Variables uncorrelated with the error term are called exogenous. That is നമ്മൾ ഓൾറെഡി പറഞ്ഞു predetermined or determined outside the model. അങ്ങനെ predetermined വേരിയബിൾസ് ആണെങ്കിൽ അവിടെ കോറിലേഷൻ പ്രശ്നം വരില്ല. Okay. Now for an instrument variable to be valid, ഒരു ഇൻസ്ട്രുമെന്റ് വേരിയബിൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് വേരിയബിൾ വാലിഡ് ഇൻസ്ട്രുമെന്റ് വേരിയബിൾ ആകണം എന്ന് പറയണമെങ്കിൽ there are two conditions or two properties. അപ്പം two conditions for valid instruments. നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് വേരിയബിൾ വാലിഡ് ഇൻസ്ട്രുമെന്റ് വേരിയബിൾ ആണ് എന്ന് പറയാനായിട്ട് നമ്മൾ രണ്ട് കണ്ടീഷൻസ് പറയും. One is instrument relevance. Second is instrument exogeneity. ഈ രണ്ട് കണ്ടീഷൻസിന്റെ ബേസിസിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് വേരിയബിൾ വാലിഡ് ആണോ അല്ലയോ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഇൻസ്ട്രുമെന്റ് റെലവൻസ് സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ദ കോറിലേഷൻ ബിറ്റ്വീൻ ഇൻസ്ട്രുമെന്റ് വേരിയബിൾ Zi ആൻഡ് ദി എക്സ്പ്ലനേറ്ററി വേരിയബിൾ Xi ഈസ് നോട്ട് ഈക്വൽ ടു 0. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് വേരിയബിൾ ആണ് Zi. Xi എന്ന് പറയുന്നതാണ് നമ്മുടെ റിഗ്രസർ. ഈ Ziയും റിഗ്രസറും തമ്മിലുള്ള കോറിലേഷൻ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ദേ ആർ കോറിലേറ്റഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഇൻസ്ട്രുമെന്റ് റെലവൻസ് കണ്ടീഷൻ. എക്സോജിനിറ്റി എന്ന് പറയുന്നത് കോറിലേഷൻ ബിറ്റ്വീൻ ഇൻസ്ട്രുമെന്റ് വേരിയബിൾ ആൻഡ് Ui ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഇവർ തമ്മിലുള്ള കോറിലേഷൻ 0 ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് വേരിയബിളും എറർ ടേമും തമ്മിൽ കോറിലേഷൻ ഉണ്ടാവാൻ പാടില്ല. കാരണം ഓൾറെഡി നമ്മുടെ എക്സ് വേരിയബിളും എറർ ടേമും കോറിലേറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ് വേരിയബിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് വേരിയബിൾ ഒരു കാരണവശാലും എറർ ടേമിനോട് കോറിലേറ്റ് ആവാൻ പാടില്ല. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് വേരിയബിൾ നമ്മുടെ എക്സ്പ്ലനേറ്ററി അല്ലെങ്കിൽ നമ്മുടെ റിഗ്രസറായ Xiയുടെ ഒരു പ്രോക്സി ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ Xiയുമായിട്ട് വളരെയധികം സാമ്യം ഈ ഒരു ഇൻസ്ട്രുമെന്റ് വേരിയബിൾ കാണിക്കും. അതുകൊണ്ടാണ് കോറിലേഷൻ ബിറ്റ്വീൻ Ziയും Xiയും നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. So if an instrument is relevant, then variation in the instrument is related to variation in Xi. അപ്പോൾ ഈ Xiയിൽ വരുന്ന വേരിയേഷനും Ziയിൽ വരുന്ന വേരിയേഷനും തമ്മിൽ റിലേറ്റഡ് ആയിരിക്കും. ഇനി നമ്മുടെ വേരിയബിൾ എക്സോജീനിയസ് ആണെങ്കിൽ then that part of the variation of Xi captured by the explanatory variable is exogenous. അതായത് എക്സോജീനിയസ് ആണെങ്കിൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ് വേരിയബിളും എറർ ടേമും തമ്മിൽ കോറിലേറ്റഡ് ആയിരിക്കില്ല. സോ an instrument that is relevant and exogenous can capture movement in Xi that are exogenous. അപ്പോൾ റെലവൻറ്റും എക്സോജീനിയസുമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് വേരിയബിൾ ആണ് നമുക്കുള്ളതെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ് വേരിയബിൾ ആയിരിക്കും വാലിഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് വേരിയബിൾ. അപ്പോൾ Xiയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത് വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു കോയിഫിഷ്യൻസിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ β1 β0 എന്ന് പറയുന്ന പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷന്റെ കോയിഫിഷ്യൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. നൗ in order to estimate this IV estimation, അപ്പോൾ നമ്മളിപ്പം ഒരു റിഗ്രഷൻ ഇക്വേഷൻ ഒക്കെ പറഞ്ഞു. അപ്പം ഒരു ഇൻസ്ട്രുമെന്റ് വേരിയബിൾ വാലിഡ് ആണെങ്കിൽ ഈ കണ്ടീഷൻസ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ടു സ്റ്റേറ്റ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റർ, TSLS. നമ്മൾ ഓൾറെഡി
ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്സിൽ ഈ ഒരു 2 സ്റ്റേജ് ലീസ്റ്റ് സ്ക്വയർ 2SLS എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. ഇവിടെ TSLS രണ്ടും ശരിയാണ് കേട്ടോ. 2 സ്റ്റേജ് ലീസ്റ്റ് സ്ക്വയർ. സോ ഇഫ് ദി ഇൻസ്ട്രുമെന്റ് Z സാറ്റിസ്ഫൈസ് both the conditions, relevant condition ഉണ്ട്, exogenity condition ഉണ്ട്. ഈ രണ്ട് കണ്ടീഷനും നമ്മുടെ ഇൻസ്ട്രുമെന്റ് വേരിയബിൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ then the coefficient β1 can be estimated using IV estimator called 2-stage least square estimator. അപ്പോൾ നമ്മളുടെ 2-stage least square estimation മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷന്റെ കോഎഫിഷ്യന്റ് ആയ β1 നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇഫ് ദീസ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈ, നമ്മുടെ IV ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന പോലെ തന്നെ 2 സ്റ്റേജ്, നെയിം പറയുന്ന പോലെ തന്നെ there are 2 stages. ഈ ഒരു എസ്റ്റിമേഷനിൽ 2 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് മീൻസ് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മുടെ എക്സിനെ നമ്മൾ രണ്ട് കമ്പോണന്റ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യുവാണ്. സോ ദ ഫസ്റ്റ് സ്റ്റേജ് ഡീകമ്പോസസ് എക്സ് ഇൻടു 2 കമ്പോണന്റ്സ്. ഒന്ന് ഒരു പ്രോബ്ലമാറ്റിക് കമ്പോണന്റ്. പ്രോബ്ലമാറ്റിക് കമ്പോണന്റ്, പ്രോബ്ലമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ കോറിലേറ്റഡ് ആയിരിക്കും. ആ ഒരു കമ്പോണന്റ് UI-യുമായിട്ട് കോറിലേറ്റഡ് ആയിരിക്കും. ആൻഡ് സെക്കൻഡ് കമ്പോണന്റ് ഇസ് പ്രോബ്ലം ഫ്രീ കമ്പോണന്റ്. ദാറ്റ് ഇസ് നോട്ട് കോറിലേറ്റഡ് വിത്ത് UI. അപ്പോൾ ഈ ഒരു സെക്കൻഡ് കമ്പോണന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ 2SLS മെത്തേഡ് വഴി β1ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. സോ ദ പ്രോബ്ലമാറ്റിക് പാർട്ട് എന്ന് പറയുന്നത് എറർ ടേമുമായിട്ട് കോറിലേറ്റഡ് ആണ്, അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ട് കമ്പോണന്റ് ആയിട്ട് തിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. എന്നിട്ട് ആ രണ്ടാമത്തെ കമ്പോണന്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ പ്രോബ്ലം ഫ്രീ കമ്പോണന്റ് ആണ് നമ്മൾ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു കമ്പോണന്റ് ആയിട്ട് നമ്മൾ രണ്ട് കമ്പോണന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ദ ഫസ്റ്റ് സ്റ്റേജ് ബിഗിൻസ് വിത്ത് പോപ്പുലേഷൻ റിഗ്രഷൻ ലിങ്കിങ് എക്സ് ആൻഡ് ഇസഡ്. അപ്പോൾ ആദ്യം നമുക്ക് ആ എക്സ് ഇസഡും കൂടി ലിങ്ക് ചെയ്യണം. സോ XI equal to π0 plus π1 ZI plus VI. സെക്കൻഡ് ഇക്വേഷൻ. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, YI equal to β1 plus β2 XI plus UI. ഇവിടുത്തെ β1 ഉം β2 ഒക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം അവിടെ കോറിലേഷൻ പ്രശ്നമുണ്ട്. ഈ നമ്മുടെ XIയും UIയും കോറിലേറ്റഡ് ആണ്. അപ്പോൾ അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ XIക്ക് ഒരു പ്രോക്സി വേരിയബിൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ XIക്ക് നമ്മുടെ ഇൻസ്ട്രുമെന്റ് വേരിയബിളും കൂടി ലിങ്ക് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു. ദാറ്റ് ഈസ് XI equal to π0 plus π1 ZI plus VI. π0 എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർസെപ്റ്റ് ടേം, π1 എന്ന് പറയുന്നത് നമ്മുടെ സ്ലോപ്പ് കോഎഫിഷ്യന്റ്, VI എന്ന് പറയുന്നത് നമ്മുടെ എറർ ടേം. ഇനി ഇവിടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് 2 സ്റ്റേജ് സ്കോറിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? രണ്ട് കമ്പോണന്റ് ആയിട്ട് തിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ XIനെ രണ്ട് കമ്പോണന്റ് ആയിട്ട് തിരിക്കണം. ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് π0 plus π1 ZI. ദാറ്റ് ഈസ് the part of XI that can be predicted by ZI. ഈ ഒരു അതായത് ഇവിടെ എന്താണ് ZI വരുന്ന വ്യത്യാസം നമുക്ക് ഈ XIനെ കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ ZI ഉപയോഗിച്ച് നമുക്ക് XIനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. ZI എന്ന് പറയുന്ന ഒരു എക്സോജീനിയസ് കമ്പോണന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എക്സോജീനിയസ് ആണ്, റെലവൻറ്റും ആണ് എക്സോജീനിയസും ആണ്. അതുകൊണ്ട് തന്നെ ഈ ZIയും എറർ ടേമും അൺകോറിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നവും അവിടെ ഇല്ല. ഇനി രണ്ടാമത്തെ കമ്പോണന്റ്. അപ്പോൾ ഇതാണ് ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് പ്രോബ്ലമാറ്റിക് പാർട്ട്, ദാറ്റ് ഇസ് VI. ഇത് രണ്ടും കൂടെ കൂടുമ്പോഴല്ലേ XI ആകുന്നത്. സോ VI എന്ന് പറയുന്ന പ്രോബ്ലമാറ്റിക് കമ്പോണന്റ് ആണ്. ഇറ്റ് ഈസ് കോറിലേറ്റഡ് വിത്ത് UI. UIയുമായിട്ട് കോറിലേറ്റഡ് ആണ് ഈ ഒരു VI എന്ന് പറയുന്ന എറർ ടേം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് കമ്പോണന്റ് ആക്കി തിരിച്ചു. ഇത് പ്രോബ്ലമാറ്റിക് കമ്പോണന്റും ഇത് പ്രോബ്ലം ഫ്രീ കമ്പോണന്റും. ഇവിടെ ഒരു പ്രശ്നമില്ല, പക്ഷേ ഇവിടെ കോറിലേറ്റഡ് ആണ്. എറർ ടേമുമായിട്ട് ഈ VI എന്ന് പറയുന്ന എറർ ടേം കോറിലേറ്റഡ് ആണ്. So the idea behind this two-stage least square method is to use the problem-free component. Use the problem-free component and disregard VI. ഈ VIനെ എടുത്ത് കളയുക.
ഈ വി ഐനെ നമ്മളങ്ങ് ഡിസ്റിഗാർഡ് ചെയ്യുന്നു, മാറ്റി നിർത്തുന്നു. പ്രോബ്ലം ഫ്രീ കമ്പോണൻറ്റിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ ഹിയർ ദ ഓൺലി കോംപ്ലിക്കേഷൻ ഇസ് ദാറ്റ് നമ്മുടെ π0 π1 എന്നൊക്കെ പറയുന്ന വാല്യൂസ് അൺനോൺ ആണ്. അപ്പോൾ അതുകൊണ്ട് π0 + π1 ഇസഡായി നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് TSLS, ടു സ്റ്റേജ് ലിസ്റ്റ് സ്ക്വയറിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഇക്വേഷനിൽ, നമ്മളുടെ എക്സൈഡ് ഈ ഇക്വേഷനിൽ OLS അപ്ലൈ ചെയ്യുക എന്നുള്ളത് ആണ്. അപ്പോൾ നമ്മൾ രണ്ട് കമ്പോണൻ്റ് ആക്കി. ആൻഡ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദിസ് ടു സ്റ്റേജ് ലിസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഈസ് ടു അപ്ലൈ OLS ടു ദ ഇക്വേഷൻ 2. നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഈ ഇക്വേഷനിൽ OLS അപ്ലൈ ചെയ്യുക. കാരണം എന്താണ്, ഇവിടെ എറർ ടേമുകൾ അതായത് ഇവിടെ ഇസഡൈയും എക്സൈയും കോറിലേറ്റഡ് ആണ്, ഇസഡൈയും വിഐയും അൺകോറിലേറ്റഡ് ആണ്, വിഐയും യുഐയും കോറിലേറ്റഡ് ആണ് എറർ ടേം തമ്മിൽ. അങ്ങനെയാണ് നമ്മൾ ഇതിനെ രണ്ട് കമ്പോണൻ്റ് ആക്കുന്നത്. പക്ഷേ ഈ ഒരു ഇതിൽ നമുക്ക് OLS അപ്ലൈ ചെയ്യുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്, 2SLS മെത്തേഡിലെ ഫസ്റ്റ് സ്റ്റേജ്. ഡീകമ്പോസ് ചെയ്തു, എന്നിട്ട് ആ പുതിയ ഇക്വേഷനിൽ നമ്മൾ OLS അപ്ലൈ ചെയ്തു. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈസിയാണ്. ദാറ്റ് ഈസ് റിഗ്രസ് YI ഓൺ XI hat. നമ്മളിവിടെ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് XI hat ആകും. ആ കിട്ടുന്ന XI hat നമുക്ക് YI എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും യൂസിങ് ദി OLS. അവിടെ നമുക്ക് കിട്ടുന്ന എസ്റ്റിമേറ്റേഴ്സ് ആണ്. അപ്പോൾ β0 ഹാറ്റും β1 ഹാറ്റും നമുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഇത്രയേ ഉള്ളൂ, രണ്ട് സ്റ്റേജ്. ആദ്യം നമ്മളുടെ ഇക്വേഷനിൽ നമ്മുടെ റിഗ്രസറിനെ രണ്ട് കമ്പോണൻ്റ് ആക്കി തിരിക്കുന്നു, ഒരു പ്രോബ്ലം ഫ്രീ കമ്പോണൻ്റ്, ഒരു പ്രോബ്ലമാറ്റിക് കമ്പോണൻ്റ്. എന്നിട്ട് ആ ഒരു റിഗ്രഷൻ ഇക്വേഷനിൽ നമ്മൾ OLS അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് XI hat കിട്ടും. ഈ XI hatനെ YI കൊണ്ട് YI ഓൺ XI hat നമ്മൾ റിഗ്രസ് ചെയ്യുക യൂസിങ് ദി OLS. കാരണം അന്നേരം കിട്ടുന്ന ഇക്വേഷനിൽ ഈ ഒരു കോറിലേഷൻ പ്രശ്നം വരില്ല. അപ്പോൾ അതുകൊണ്ട് YI ഓൺ XI hat നമ്മൾ റിഗ്രഷൻ നടത്തുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് β0 ഹാറ്റും β1 ഹാറ്റും എസ്റ്റിമേഷൻ വാല്യൂസ് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് സിംഗിൾ റിഗ്രസറും സിംഗിൾ ഇൻസ്ട്രുമെൻറ്റും ഉപയോഗിച്ച് നമ്മൾ ടു സ്റ്റേജ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് വഴി നമ്മളുടെ എസ്റ്റിമേഷൻ നടത്തുന്നത്. അപ്പോൾ ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ റിഗ്രഷൻ നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്, ഒരു സിംഗിൾ റിഗ്രസറും XI, ഓക്കെ, ഒരു സിംഗിൾ റിഗ്രസറും ഒരു സിംഗിൾ ഇൻസ്ട്രുമെൻറ്റും മാത്രം ഉപയോഗിക്കുമ്പോൾ ഉള്ള മെത്തേഡ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രം നമ്മൾ ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ എസ്റ്റിമേഷൻ ആണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര വേരിയബിൾസ് വന്നാലും ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ജനറൽ IV റിഗ്രഷൻ മോഡൽ നമുക്ക് നോക്കണം. ജനറൽ, നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് തന്നെ നമ്മൾ ജനറൽ ആയിട്ട് എത്ര വേരിയബിൾസ് വന്നാലും എത്ര റിഗ്രസേഴ്സ് വന്നാലും ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നത് ആണ് നമ്മൾ ജനറൽ ഇൻസ്ട്രുമെന്റ് വേരിയബിൾ റിഗ്രഷൻ മോഡൽ പറയുന്നത്. സോ ദിസ് ജനറൽ റിഗ്രഷൻ മോഡൽ, IV റിഗ്രഷൻ മോഡൽ ഹാവ് 4 ടൈപ്സ് ഓഫ് വേരിയബിൾസ്. 4 ടൈപ്പ് വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, ഒന്ന് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്താണ്, യൂഷ്വലി നമ്മൾ Y. 2 പ്രോബ്ലമാറ്റിക് എൻഡോജീനിയസ് വേരിയബിൾ. പ്രോബ്ലമാറ്റിക് എൻഡോജീനിയസ് റിഗ്രസർ. ഓക്കെ, നമ്മൾ അതിനെ യൂഷ്വലി നമ്മൾ XI എന്ന് പറയും. I വേണ്ട, X. ഓക്കെ, ഡിപ്പെൻഡന്റ് വേരിയബിൾ Y. നമ്മുടെ റിഗ്രസറിനെ നമ്മൾ റിഗ്രസർ പ്രോബ്ലമാറ്റിക് റിഗ്രസർ ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കോറിലേഷൻ പ്രശ്നം വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ പ്രോബ്ലമാറ്റിക് എൻഡോജീനിയസ് റിഗ്രസർ. ഇനി അഡീഷണൽ റിഗ്രസർ that are not correlated with the error term. Additional regressor not correlated with the error term called included exogenous variable. അപ്പോൾ നമ്മൾ അതിനെ included exogenous variable എന്ന് പറയും. നമ്മൾ W എന്ന് കാണിക്കുന്നു, എന്നിട്ട് നമ്മൾ ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ Z. ഇങ്ങനെയാണ് 4 ടൈപ്പ് ഓഫ് വേരിയബിൾസ് ഇവിടെ ഉള്ളത്. സോ ഡിപ്പെൻഡന്റ് വേരിയബിൾ YM, പ്രോബ്ലമാറ്റിക്
എൻഡോജീനിയസ് റിഗ്രസർ ആണ് എക്സ്. അതുപോലെ തന്നെ എക്സോജീനിയസ് വേരിയബിൾ അത് അതായത് നമ്മൾ പല റിഗ്രസേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. എക്സോജീനിയസ് റിഗ്രസറും എൻഡോജീനിയസ് റിഗ്രസറും ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡിൽ. അതിൽ എക്സ് വേരിയബിൾ ആയിട്ട് നമ്മൾ ഇവിടെ കണ്ടേക്കുന്നത് പ്രോബ്ലമാറ്റിക് എൻഡോജീനിയസ് റിഗ്രസേഴ്സ് ആണ്. ഇനി അല്ലാണ്ടുള്ള അഡീഷണൽ റിഗ്രസേഴ്സ് ആണ്, അതായത് എറർ ടേമുമായിട്ട് അൺകോറിലേറ്റഡ് ആയിട്ടുള്ള റിഗ്രസേഴ്സ് നമുക്കുണ്ടാവും. അപ്പം അതിനെയാണ് നമ്മൾ ഡബ്ല്യു എന്ന് പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അത് എക്സോജീനിയസ് വേരിയബിൾ ആണ്. ഓക്കെ, അപ്പം എക്സോജീനിയസ് വേരിയബിൾ ആണ്. ഈ എക്സോജീനിയസ് വേരിയബിൾ ഓൾറെഡി നമ്മുടെ റിഗ്രസർ ആയിട്ട് തന്നെ ഉണ്ട്, പക്ഷെ അത് അൺകോറിലേറ്റഡ് വേരിയബിൾസ് ആണ്, പ്രശ്നമൊന്നുമില്ല. ആൻഡ് ഫോർത്ത് വേരിയബിൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ. ഓക്കെ, അപ്പം ഇങ്ങനെ 4 തരത്തിലുള്ള വേരിയബിൾസ് ആണ് നമുക്കുള്ളത്. ആൻഡ് ഇൻ ജനറൽ ദർ ക്യാൻ ബി മൾട്ടിപ്പിൾ എൻഡോജീനിയസ് റിഗ്രസേഴ്സ്, മൾട്ടിപ്പിൾ, ഇതായത് XI, WI, അതുപോലെ തന്നെ Z എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും നമ്മൾ ജനറൽ മോഡലിലോട്ട് വരുമ്പോൾ എത്ര വേരിയബിൾസ് വേണമെങ്കിലും നമുക്ക് ആവാം. അതായത് എക്സ് എന്ന് പറയുന്നത് n വേരിയബിൾസ്, n നമ്പർ ഓഫ് എക്സ് വേരിയബിൾസ്, n നമ്പർ ഓഫ് W വേരിയബിൾസ്, n നമ്പർ ഓഫ് ഇൻസ്ട്രുമെന്റ് വേരിയബിൾസ് നമുക്ക് ജനറൽ മോഡലിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. So for instrumental variable regression to be possible, there must be, അതൊരു important condition ആണ്, at least as many instrumental variable as the endogenous regressors. Endogenous regressors ഏതാണ്? X വേരിയബിൾസ്. അപ്പോൾ എത്ര എക്സ് വേരിയബിൾസ് ഉണ്ടോ അറ്റ്ലീസ്റ്റ് അത്രയുമെങ്കിലും ഇൻസ്ട്രുമെന്റൽ വേരിയബിൾസ് ഉണ്ടായിരിക്കണം. അത് കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ കുറഞ്ഞു പോകാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ 2 എക്സ് വേരിയബിൾ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഇൻസ്ട്രുമെന്റൽ വേരിയബിൾസ് എങ്കിലും നിർബന്ധമായിട്ടും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ റിഗ്രഷൻ പോസിബിൾ ആവുള്ളൂ. സോ ദെയർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് ആസ് മെനി ഇൻസ്ട്രുമെന്റൽ വേരിയബിൾസ് ആസ് ദി നമ്പർ ഓഫ് എൻഡോജീനിയസ് റിഗ്രസേഴ്സ്, ദാറ്റ് ഈസ് എക്സ് വേരിയബിൾസ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഇക്വേഷനിൽ ഒരു എക്സ് വേരിയബിൾ ഉണ്ടായിരുന്നു, ഒരു ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ ആണ് നമ്മൾ ആഡ് ചെയ്തത്. അപ്പം ഇതൊരു എസെൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടർ ആണ്, അറ്റ്ലീസ്റ്റ് 1 ഇൻസ്ട്രുമെന്റ് ഫോർ എ സിംഗിൾ എൻഡോജീനിയസ് റിഗ്രസർ. സോ വിത്തൗട്ട് ദി ഇൻസ്ട്രുമെന്റ് വി കനോട്ട് കമ്പ്യൂട്ട് ദി ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ എസ്റ്റിമേറ്റർ. നമുക്കിവിടെ ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ എസ്റ്റിമേഷൻ നടത്താനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതൊരു എസെൻഷ്യൽ ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. സോ ദ ജനറൽ ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ റിഗ്രഷൻ മോഡൽ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് YI. നമ്മൾ നേരത്തെ ഒരു സിംഗിൾ വേരിയബിൾ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്? YI ഈക്വൽ ടു β0 പ്ലസ് β1 XI പ്ലസ് UI എന്നാണ് എഴുതുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു ഇത് ജസ്റ്റ് ഒരു സിംഗിൾ റിഗ്രസറും സിംഗിൾ ഇൻസ്ട്രുമെന്റൽ വേരിയബിളും മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ ജനറൽ മോഡലിലോട്ട് വരുമ്പം 4 ടൈപ്പ് വേരിയബിൾസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ 4 ടൈപ്പ് വേരിയബിൾസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ജനറൽ ഫോമാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ YI ഈക്വൽ ടു β0 പ്ലസ് β1 XI x1i plus β2 x2i plus up to beta k xki plus. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ടൈപ്പ് വേരിയബിൾ വന്നു YI, രണ്ടാമത്തെ നമ്മുടെ എൻഡോജീനിയസ് പ്രോബ്ലമാറ്റിക് എൻഡോജീനിയസ് റിഗ്രസർ X വന്നു. ഇനി നമ്മുടെ W വരണം അല്ലേ, അഡീഷണൽ മറ്റ് റിഗ്രസേഴ്സ്. അതിന് നമ്മൾ ബീറ്റ കെ പ്ലസ് ആർ WRI പ്ലസ് k plus 1 W1I plus up to beta k plus R WRI plus UI. ഇവിടെ അതായത് k plus 1 അത് ഇവിടെ വരെ എത്തി. ഇനി അടുത്തത് k plus 1 k plus 2 അങ്ങനെ k plus R വരെ WRI plus UI. അപ്പോൾ W എന്ന് പറയുന്നത് നമ്മുടെ തേർഡ് അഡീഷണൽ റിഗ്രസേഴ്സ്, അതായത് അൺകോറിലേറ്റഡ് വിത്ത് എറർ ടേം, അത് നമ്മൾ ആഡ് ചെയ്തു. ഫോർത്ത് ടൈപ്പ് വേരിയബിൾ നമ്മുടെ ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ ആണ്, അത് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ജനറൽ മോഡൽ ഫോർ ആൻ ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ ഓർ ജനറൽ IV മോഡൽ എന്ന് പറയുന്നത്. ഇവിടെ Y നമ്മളുടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ, X എന്ന് പറയുന്ന U എന്ന് പറയുന്നത് എറർ ടേം. ഇനി x1 to xi x1i to xki എന്ന് പറയുന്നത് നമ്മളുടെ എൻഡോജീനസ് റിഗ്രസേഴ്സ് ആണ്. ദീസ് ആർ കോറിലേറ്റഡ് വിത്ത് UI.
അപ്പം നമുക്കിവിടെ കോറിലേഷൻ പ്രശ്നം ഈ എക്സും യു ഐയും തമ്മിലാണ്. W1i തൊട്ട് WRi വരെ എന്ന് പറയുന്നത് അതർ ഇൻക്ലൂഡഡ് എക്സോജീനിയസ് വേരിയബിൾ ആണ്. അത് എക്സോജീനിയസ് ആണ് എന്ന് പറഞ്ഞാൽ തന്നെ ഔട്ട്സൈഡ് ദി മോഡൽ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. ദർ ഇസ് നോ കോറിലേഷൻ പ്രോബ്ലം. ദെൻ β0, β1, βk പ്ലസ് 1 R വരെ ഉള്ളത് അൺനോൺ റിഗ്രഷൻ കോഎഫിഷ്യൻസ് ആണ്. ഇനി നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് Z1i അങ്ങനെ Zmi വരെയുണ്ട്. ദാറ്റ് ഈസ് m ഇൻസ്ട്രുമെന്റൽ വേരിയബിൾസ്. സോ ഇത്രയും വേരിയബിൾസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നൗ നമ്മൾ ഓൾറെഡി നമ്മളുടെ ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നു കോഎഫിഷ്യൻസ് ആർ ഓവർ ഐഡന്റിഫൈഡ് if there are more instruments than the endogenous regressors. അതായത് m greater than k ആണെങ്കിൽ ഓവർ ഐഡന്റിഫൈഡ് ആണ്. അതായത് നമ്മൾക്കുള്ള എൻഡോജീനസ് റിഗ്രസേഴ്സിനേക്കാൾ കൂടുതൽ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഓവർ ഐഡന്റിഫൈഡ് റിഗ്രഷൻ കോഎഫിഷ്യൻസ് ആണ്. ഇനി അണ്ടർ ഐഡന്റിഫൈഡ് എങ്ങനെയായിരിക്കും? m ലെസ് ദാൻ k. അതായത് നമ്മളുടെ നമ്പർ ഓഫ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിഗ്രസേഴ്സിനേക്കാൾ കുറവാണെങ്കിൽ പറയും അണ്ടർ ഐഡന്റിഫൈഡ്. എക്സാക്ട്ലി ഐഡന്റിഫൈഡ് എന്ന് പറഞ്ഞാലോ m ഈക്വൽ ടു k. നമ്പർ ഓഫ് റിഗ്രസേഴ്സും നമ്പർ ഓഫ് ഇൻസ്ട്രുമെന്റ്സും ഒരുപോലെയാണെങ്കിൽ നമ്മൾ പറയും എക്സാക്ട്ലി ഐഡന്റിഫൈഡ് ആണെന്ന്. ഇനി നമ്മളുടെ IV റിഗ്രഷൻ മോഡൽ എസ്റ്റിമേഷൻ നമുക്ക് ആവശ്യമുള്ളത് എക്സാക്ട് ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഓവർ ഐഡന്റിഫിക്കേഷൻ. അണ്ടർ ഐഡന്റിഫൈഡ് മോഡൽ നമുക്ക് പറ്റില്ല. അപ്പം ഒന്നെങ്കിൽ എക്സാക്ട്ലി ഐഡന്റിഫൈഡ് അല്ലെങ്കിൽ ഓവർ ഐഡന്റിഫൈഡ് മോഡൽ ആണെങ്കിലേ നമുക്ക് ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ എസ്റ്റിമേഷൻ നമുക്ക് നടത്താനായിട്ട് പറ്റുള്ളൂ. അപ്പം ഈ പറഞ്ഞ ഒന്നെങ്കിൽ നമ്മളുടെ നമ്പർ ഓഫ് ഇൻസ്ട്രുമെന്റ്സ് m ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് എൻഡോജീനിയസ് റിഗ്രസേഴ്സ് k, അല്ലെങ്കിൽ നമ്പർ ഓഫ് ദിസ് ഇൻസ്ട്രുമെന്റ്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി നമ്പർ ഓഫ് എക്സോജീനിയസ് റിഗ്രസേഴ്സ്. അപ്പോൾ അണ്ടർ ഐഡന്റിഫൈഡ് ആണെങ്കിൽ നമുക്ക് പറ്റില്ല. ഓവർ ഐഡന്റിഫൈഡോ അല്ലെങ്കിൽ എക്സാക്ട്ലി ഐഡന്റിഫൈഡോ ആണെങ്കിൽ നമുക്ക് ജനറൽ IV റിഗ്രഷൻ മോഡൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സോ ദിസ് ഇസ് ദ ജനറൽ റെപ്രസെന്റേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ. ഓക്കെ, ഇനി നമ്മളപ്പം നമ്മൾ പറഞ്ഞു ഏത് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്ന എസ്റ്റിമേഷന്? 2 സ്റ്റേജ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇനി ഒരു ജനറൽ മോഡലിലോട്ട് വരുമ്പോഴും 2 സ്റ്റേജ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് സിംഗിൾ എൻഡോജീനിയസ് റിഗ്രസർ ആണെങ്കിൽ, സിംഗിൾ എൻഡോജീനസ് റിഗ്രസർ ആണ് നമുക്ക് ഉള്ളത്. എൻഡോജീനസ് റിഗ്രസർ ഏതാണ്? എക്സ് അല്ലേ? എൻഡോജീനസ് എക്സ്. അപ്പോൾ ഒരു എക്സ് വേരിയബിൾ ഉള്ള ഒരു ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ 2 സ്റ്റേജ് ലീസ്റ്റ് സ്ക്വയർ എങ്ങനെയാണ്? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും: y ഈക്വൽ ടു β0 പ്ലസ് β1 xi പ്ലസ് β2 w1i പ്ലസ് അപ് ടു β1 പ്ലസ് r wri പ്ലസ് ui. ഇവിടെ എൻഡോജീനിയസ് റിഗ്രസർ എത്ര എണ്ണം ഉണ്ട്? ഒരേ ഒരെണ്ണം ഉള്ളൂ. ഈ xi മാത്രമാണ് നമ്മളുടെ എൻഡോജീനിയസ് റിഗ്രസർ എന്ന് പറയുന്നത്. ബാക്കി WI തൊട്ട് WRI വരെ എക്സോജീനിയസ് ആണ്. അത് നമുക്കൊരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല. ആകെ ഒരു റിഗ്രസറേ ഉള്ളൂ, ദാറ്റ് ഈസ് xi, ആൻഡ് ദിസ് xi might be correlated with the error term. But this W1i to WRI, W വേരിയബിൾസ് ഒന്നും കോറിലേറ്റഡ് അല്ല. So the population first stage regression of TSLS relates x to the exogenous variable, that is W and instrumental variable. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ TSLSന്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മളുടെ xi വേരിയബിളിന് നമ്മൾ ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ ആയിട്ട് ലിങ്ക് ചെയ്യുവാണ്. അപ്പം π0 പ്ലസ് π1 z1i പ്ലസ് πm zmi പ്ലസ് πm പ്ലസ് 1 w1i. W ടേംസ് എല്ലാം നമ്മൾ അതേപടി ആഡ് ചെയ്യും, കാരണം അത് ഒരു പ്രശ്നവും ഇല്ല. wri പ്ലസ് vi. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റേജ് റിഗ്രഷൻ ഓഫ് 2 സ്റ്റേജ് ലീസ്റ്റ് സ്ക്വയർ ടു ദ, ദാറ്റ് ഈസ് വി റിലേറ്റിംഗ് x ടു ദി എക്സോജീനിയസ് വേരിയബിൾ. നമ്മളുടെ w z നമ്മുടെ ഇൻസ്ട്രുമെന്റൽ വേരിയബിളുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. അപ്പോൾ π0 π1 തൊട്ട് πm പ്ലസ് 1 വരെ ഉള്ളത് എന്താണ്, അല്ലെങ്കിൽ m പ്ലസ് r വരെ ഉള്ളത് അൺനോൺ കോയിഫിഷ്യൻസ് ആണ്, vi എറർ ടേം ആണ്.
അപ്പോൾ ഈ ഒരു ഇക്വേഷനെ ഇത് ഈ എക്സൈഡ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ പറയും റെഡ്യൂസ്ഡ് ഫോം ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി നേരത്തെയും കണ്ടിട്ടുണ്ട്. റെഡ്യൂസ്ഡ് ഫോം ഇക്വേഷൻ ഫോർ x. And this equation relates the endogenous variable to all the available exogenous variable. W ഒരു exogenous variable ആണ്, അതുപോലെ ഇൻസ്ട്രുമെന്റൽ വേരിയബിളും എക്സോജീനിയസ് ആണ്, അതായത് അൺകോറിലേറ്റഡ് വിത്ത് എറർ ടേം ആണ്. സോ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ നമ്മുടെ xi-നെ വി ആർ റിലേറ്റിംഗ് ദിസ് xi ടു ഓൾ ദി exogenous variable that is included in the regression model. W ഒക്കെ included in the regression model ആണ്, plus the instrumental variables. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളിവിടെ ഈ ഒരു ഇക്വേഷനിൽ OLS അപ്ലൈ ചെയ്യും. OLS അപ്ലൈ ചെയ്ത് കഴിയുമ്പം we will predicted values x1 hat, x2 hat അങ്ങനെ xn hat നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യും. x hat അതായത് π0 hat π1 hat എല്ലാം നമുക്ക് കിട്ടും. സെക്കൻഡ് സ്റ്റേജിൽ we are replacing or we are using this first equation. നമ്മുടെ yi എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നമ്മൾ OLS അപ്ലൈ ചെയ്യും by replacing the xi with the predicted x value. അതായത് നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ yi is regressing on xi hat w1i w2i. അപ്പോൾ ഇതാണ് നമ്മൾ റിഗ്രഷൻ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് OLS അപ്ലൈ ചെയ്യാം. yi on xi നമുക്ക് പറ്റില്ല, അതായത് ഈ ഇക്വേഷൻ നമുക്ക് OLS പറ്റില്ല കാരണം ഈ xi പ്രശ്നക്കാരനാണ്. എന്നാൽ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്ന xi hat, ഇവിടെ OLS ചെയ്യുമ്പോൾ നമുക്ക് xi hat ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അത് നമുക്ക് ഈ yi-നെ റിഗ്രസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ yi സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് റിഗ്രസിങ് yi ഓൺ xi hat w1i w2i എല്ലാം. അപ്പോൾ ഈ ഇക്വേഷന് പകരം xiക്ക് പകരം xi hat നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ OLS അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന എസ്റ്റിമേറ്റേഴ്സ് β0 hat β1 hat എല്ലാമായിരിക്കും ടു സ്റ്റേജ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ടു സ്റ്റേജ് ലീസ്റ്റ് സ്ക്വയർ വെൻ ദർ ഇസ് ഓൺലി വൺ എൻഡോജീനിയസ് റിഗ്രസർ. ഒരൊറ്റ എൻഡോജീനിയസ് റിഗ്രസറെ ഉള്ളെങ്കിൽ നമ്മൾ TSLS എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടി നോക്കാം. TSLS വെൻ മൾട്ടിപ്പിൾ എൻഡോജീനിയസ് റിഗ്രസേഴ്സ്, അതായത് എക്സ് ഒരെണ്ണമല്ല ഒരുപാട് എക്സുകൾ ഉണ്ടെങ്കിൽ, അതായത് നമ്മളുടെ എൻഡോജീനിയസ് റിഗ്രസേഴ്സ് ആണ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സോ വെൻ ദർ ആർ മൾട്ടിപ്പിൾ എൻഡോജീനിയസ് റിഗ്രസേഴ്സ് x1i x2i അങ്ങനെ xki വരെ ഉണ്ടെങ്കിൽ the TSLS algorithm is similar except the fact that each endogenous regressor requires its own first stage regression. അതായത് നമ്മൾ മുമ്പത്തെ പോലെ x1i മാത്രം എടുത്തിട്ട് ഫസ്റ്റ് സ്റ്റേജ് എടുക്കുന്നു, x2iക്ക് എടുക്കുന്നു, ഇങ്ങനെ ഓരോ റിഗ്രസേഴ്സും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ആ ഒരു റെഡ്യൂസ്ഡ് ഫോം കോയിഫിഷ്യൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. നമ്മൾ ആ റെഡ്യൂസ്ഡ് ഫോം ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്തില്ലേ, z1i അല്ലെങ്കിൽ z2i അങ്ങനെ ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾസ് കൊടുത്ത്. അതായത് ഇവിടെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ xi ഒരെണ്ണം x1i മാത്രമേ ഉള്ളപ്പോൾ നമ്മൾ ചെയ്തു. ഇതുപോലെ നമ്മൾ x1iക്കും x2iക്കും x3iക്കും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. അത് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഈച്ച് ഓഫ് ദി ഫസ്റ്റ് സ്റ്റേജ് റിഗ്രഷൻ ഹാസ് ദി സെയിം ഫോം. നമ്മൾ ഈ ഒരു സെയിം ഫോർമാറ്റ് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഓരോന്നിനും നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് റെഡ്യൂസ്ഡ് ഫോം ഇക്വേഷൻ കണ്ടുപിടിക്കണം. ആൻഡ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, അപ്പോൾ അവിടെ ഓരോന്നിനും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ആദ്യത്തെ ഇക്വേഷൻ x1i ഈക്വൽ ടു ഇക്വേഷൻ, പിന്നെ x2i ഈക്വൽ ടു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ x1i. റിഗ്രസേഴ്സ് എന്തൊക്കെയാണ്? z വേരിയബിളും w, ഇവിടുത്തെ പോലെ തന്നെ. ഈ ഇക്വേഷനിൽ നോക്കിയേ, ഈ xi ആണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, z വേരിയബിളും w വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ അതുപോലെ നമ്മളിവിടെ ഓരോന്നിനും x1i x2i അങ്ങനെ ഓരോ എൻഡോജീനിയസ് റിഗ്രസേഴ്സിനും നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് റിഗ്രഷൻ കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ആ റെഡ്യൂസ്ഡ് ഫോം കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കണം. ടുഗദർ ദീസ് ഫസ്റ്റ് സ്റ്റേജ് റിഗ്രഷൻസ് പ്രൊഡ്യൂസ്
പ്രെഡിക്റ്റഡ് വാല്യൂസ് ഓഫ് ഈച്ച് എൻഡോജീനിയസ് റിഗ്രസേഴ്സ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം നമ്മളുടെ എൻഡോജീനിയസ് റിഗ്രസേഴ്സിൻ്റെ പ്രെഡിക്റ്റഡ് വാല്യൂസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് സ്റ്റേജിൽ ഇക്വേഷൻ വിൽ ബി എസ്റ്റിമേറ്റഡ് ബൈ OLS. അപ്പോൾ അവിടെ സെക്കൻഡ് സ്റ്റേജിൽ എന്താണ്, നമ്മുടെ x1i-യും x2i-യും എല്ലാം x1 hat i x2 hat i, അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എക്സ് വേരിയബിൾസുമായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും. നമ്മൾ എസ്റ്റിമേറ്റഡ് എക്സ് വേരിയബിൾസ് നമ്മൾ റീപ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പം സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് റിഗ്രഷനിൽ റിഗ്രസ് അപ്പോൾ മൾട്ടിപ്പിൾ, അതായത് ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ എൻഡോജീനിയസ് വേരിയബിൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് റിഗ്രസ് x1i ഓൺ ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾസ് ഏതാണ്, z1i z2i അങ്ങനെ zmi വരെയുണ്ട്, പ്ലസ് w1i w2i അങ്ങനെ wri. അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റേജ്. OLS ഉപയോഗിച്ച് നമ്മൾ x1i-നെയും x2i-നെയും x1i അന്നേരം നമുക്കിവിടെ x1i hat കിട്ടും. ഇതുപോലെ x2i-നെ ഇതുപോലെ ചെയ്യണം, നമുക്ക് x2i hat കിട്ടും. അങ്ങനെ എവിടെ വരെ ചെയ്യണം, xki വരെ ചെയ്ത് xki hat വരെ കിട്ടണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്താണ്, ഇപ്പോൾ കിട്ടിയ എക്സ് വേരിയബിൾസിൽ നമ്മൾ റിഗ്രഷൻ നടത്തും. സെക്കൻഡ് സ്റ്റേജിൽ റിഗ്രസ് yi ഓൺ x1i hat x2i hat അങ്ങനെ xki hat ആൻഡ് w1i w2i. അത് w1i w2i അത് പഴയ പോലെ തന്നെ കിടക്കും. രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ xiക്ക് പകരം x1i ഹാറ്റിലാണ് റിഗ്രഷൻ നടത്തുന്നത്. അന്നേരം നമുക്ക് കിട്ടുന്ന എസ്റ്റിമേറ്റേഴ്സ് ആയിരിക്കും β1 hat β2 hat എല്ലാം നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എൻഡോജീനിയസ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ 2 സ്റ്റേജ് ലിസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച് ഈ ഒരു ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ എസ്റ്റിമേഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾ വാലിഡ് ആണെങ്കിൽ 2 കണ്ടീഷനുണ്ട്, ഒന്ന് റെലവൻസും 2 എക്സോജിനിറ്റിയും. അപ്പോൾ ഒരു ജനറൽ മോഡലിലോട്ട് വരുമ്പോഴും ഈ 2 കണ്ടീഷൻസും ഉണ്ട്. ചെറിയൊരു മോഡിഫിക്കേഷൻ മാത്രമാണുള്ളത്. അതായത് വെൻ ദർ ഇസ് വൺ ഇൻക്ലൂഡഡ് എൻഡോജീനിയസ് വേരിയബിൾ. അപ്പോൾ ജനറൽ IB മോഡലിലെ 2 കണ്ടീഷൻസ് നമുക്ക് നോക്കാം. സോ വൺ ഇൻക്ലൂഡഡ് എൻഡോജീനിയസ് വേരിയബിൾ, അതായത് ഒരു എക്സ് വേരിയബിൾ ആണുള്ളത്, മൾട്ടിപ്പിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് മോർ ദാൻ 1 ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ ദ കണ്ടീഷൻ ഫോർ ഇൻസ്ട്രുമെൻറ്റ് റെലവൻസ് ഈസ് ദാറ്റ്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 z ഈസ് യൂസ്ഫുൾ ഫോർ പ്രിഡിക്റ്റിംഗ് എക്സ്. അറ്റ്ലീസ്റ്റ് 1 z ഫോർ എക്സ്. ഒരു എക്സ് വേരിയബിളും ഒന്നിൽ കൂടുതൽ z വേരിയബിളും ഉണ്ടെങ്കിൽ, അതായത് ഇൻസ്ട്രുമെൻറ്റ് വേരിയബിളും ഉണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് വേരിയബിൾ എങ്കിലും എക്സിനെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ആവണം. ഗിവൺ w ഉണ്ട് ഓൾറെഡി, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ, റെലവൻസിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഒരു എക്സ് വേരിയബിളും ഒന്നിൽ കൂടുതൽ ഇൻസ്ട്രുമെൻറ്റ് വേരിയബിളും ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇൻസ്ട്രുമെൻറ്റ് വേരിയബിൾ എങ്കിലും എക്സിനെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ആയിരിക്കണം. ഇനി വെൻ ദർ ആർ മൾട്ടിപ്പിൾ എക്സ് വേരിയബിൾസ്, മൾട്ടിപ്പിൾ എൻഡോജീനിയസ് വേരിയബിൾ, അങ്ങനെയാണെങ്കിൽ ദിസ് കണ്ടീഷൻ ഈസ് മോർ കോംപ്ലിക്കേറ്റഡ് ബിക്കോസ് we have to rule out the multicollinearity in the population. multicollinearity പ്രശ്നം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് മൾട്ടിപ്പിൾ എൻഡോജീനിയസ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ ദ ഇൻസ്ട്രുമെൻറ്റ്സ് മസ്റ്റ് പ്രൊവൈഡ് ഇനഫ് ഇൻഫർമേഷൻ അബൌട്ട് ദി എക്സോജീനിയസ് മൂവ്മെൻറ്റ് ടു സോർട്ട് ഔട്ട് ദി സെപ്പറേറ്റ് ഇഫക്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടണം. ഏതാണ്, അതായത് അൺകോറിലേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾസ്, അതിനെക്കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടണം. അപ്പം ഒരു എക്സ് വേരിയബിൾ ഉള്ളെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒന്നിൽ കൂടുതൽ എക്സ് വേരിയബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗെറ്റ് ഇനഫ് ഇൻഫർമേഷൻ അബൌട്ട് ദി മൂവ്മെൻറ്റ് ഓഫ് ദിസ് എക്സ് വേരിയബിൾ. സോ ദ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് എക്സോജിനിറ്റി, ഇത് റെലവൻസിൻ്റെ കണ്ടീഷനാണ്. ഇനി എക്സോജിനിറ്റി കണ്ടീഷനിൽ ഇതാണ്, ഈച്ച് ഇൻസ്ട്രുമെൻറ്റ്, അതായത് ഈച്ച് ഇസഡ് വേരിയബിൾ മസ്റ്റ് ബി അൺകോറിലേറ്റഡ് വിത്ത് ദി എറർ ടേം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എക്സോജിനിറ്റി കണ്ടീഷനിൽ
എറർ ടേമും ഇസഡ് വേരിയബിളും തമ്മിൽ അൺകോറിലേറ്റഡ് ആയിരിക്കണം. റെലവൻസ് കണ്ടീഷനിൽ ഇസഡും എക്സും തമ്മിലുള്ള കോറിലേഷനാണ് പറയുന്നത്. അപ്പോൾ ഒരു എക്സ് വേരിയബിൾ അല്ലെങ്കിൽ ഒരു എൻഡോജീനിയസ് വേരിയബിൾ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. എത്ര ഇസഡ് വേരിയബിൾ ഉണ്ടെങ്കിലും ഒരെണ്ണമെങ്കിലും ഈ എക്സ് വേരിയബിളിനെ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗപ്രദമായിരിക്കണം. എന്നാൽ ഒരുപാട് എൻഡോജീനിയസ് വേരിയബിൾ ഉണ്ടെങ്കിൽ അവിടെ മൾട്ടി കോർഡിനേറ്റ് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ കിട്ടണം. അപ്പോൾ ഇതാണ് ജനറൽ IV മോഡലിലെ വാലിഡിറ്റി കണ്ടീഷൻസ്, റിലവൻസിൻ്റെ കണ്ടീഷനും എക്സോജിനിറ്റി കണ്ടീഷനും. So this is the instrumental variable regression model. Instrumental variable regression model നമ്മൾ എസ്റ്റിമേഷൻ നടത്തുമ്പം 2-stage least square മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് സിംഗിൾ എൻഡോജീനിയസ് വേരിയബിൾ അതുപോലെ തന്നെ സിംഗിൾ ഇൻസ്ട്രുമെൻറ്റ് വേരിയബിളും ഉള്ളപ്പം വളരെ ഈസി ആയിട്ട് 2-stage least square മെത്തേഡ് പറയുന്നു. പിന്നീട് ഇതുപോലെ ജനറൽ IV മോഡലിൽ എത്ര എൻഡോജീനിയസ് വേരിയബിൾ ഉണ്ടെങ്കിലും എത്ര ഇസഡ് വേരിയബിൾസ് ഉണ്ടെങ്കിലും എങ്ങനെയാണ് 2-stage least square മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ റെലവൻസ് കണ്ടീഷനും എക്സോജിനിറ്റി കണ്ടീഷനുമാണ് നമ്മൾ പറഞ്ഞത്.